നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇത് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡാണ്. ഇവിടേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്ററാണ് ഉള്ളത്. ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നും ആതിരപ്പള്ളി വരെ 80 രൂപയാണ് നിരക്ക്. നമുക്ക് 2 രീതിയിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോകാം. ഒന്ന് ഡയറക്റ്റ് ബസ്സും കിട്ടും നമുക്ക്. രണ്ടാമത് മലക്കപ്പാറ പോകുന്ന ബസ് ആതിരപ്പള്ളി നിർത്തുകയും ചെയ്യും. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് 32 കിലോമീറ്ററാണുള്ളത്. അതായത് ഏകദേശം 1 മണിക്കൂറോളം വരും. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോകാനായിട്ട് ഈ റൂട്ടിൽ KSRTC മാത്രമല്ല ഉള്ളത്, പ്രൈവറ്റ് ബസ്സുകളും ലഭ്യമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി മാറ്റി നിർത്തിയാൽ ഈ യാത്രയുടെ മറ്റൊരു ഭംഗി എന്ന് പറയുന്നത് ഈ റൂട്ടിലൂടെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതാണ്. പ്രശസ്തമായ സിൽവർ സ്റ്റോം, ഡ്രീം വേൾഡ്, ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഈ റൂട്ടിലാണ് കാണപ്പെടുന്നത്. അതായത് ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളി പോകുന്ന റൂട്ടിൽ. ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ഈ യാത്രയിൽ നമുക്ക് കുറേ കാഴ്ചകളുണ്ട് കാണാൻ. 2 ഭാഗത്തും മരങ്ങളും ചെടികളും മലകളും. നല്ല ബോറടിക്കാത്ത വിധം നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്താനാകും. ഇപ്പം കാണാൻ പോകുന്നതാണ് ആതിരപ്പള്ളി ബസ് സ്റ്റോപ്പ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ മുതിർന്നവർക്ക് 50ഉം കുട്ടികൾക്ക് 10ഉം സ്റ്റിൽ ക്യാമറയ്ക്ക് 60ഉം വീഡിയോ ക്യാമറയ്ക്ക് 400ഉം ആണ് ഇവിടുത്തെ നിരക്കുകൾ വരുന്നത്. എൻട്രൻസിൽ നിന്ന് ഏകദേശം 500 മീറ്റർ ദൂരമുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെത്താനായിട്ട്. പോകുന്ന വഴിയെല്ലാം തന്നെ നല്ല വൃത്തിയിൽ കരിങ്കൽ വിരിച്ചിട്ടുണ്ട് താഴത്ത്. അതേപോലെ സൈഡ് റെയിൽസും നല്ല രീതിയിൽ അവർ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. പലയിടത്തായിട്ട് നിങ്ങൾക്ക് നോ എൻട്രി സൈൻ ബോർഡ് കാണാം. അപ്പോൾ അവിടെ ഒന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ ഉയരെയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ ഉയരം വരുന്നത് 80 അടിയാണ്. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് വാഷ്റൂംസും അവൈലബിൾ ആണ്, ഡ്രസ്സ് മാറാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള കുരങ്ങന്മാർക്ക് മാക്സിമം ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർ പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഭക്ഷണം തട്ടിപ്പറിച്ചു ഓടുന്ന കാഴ്ചകൾ കാണാറുണ്ട്. ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ പല സിനിമാ ഷൂട്ടിങ്ങും നടന്നിട്ടുണ്ട്. ചാലക്കുടി പുഴയുടെ ഭാഗമാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. പെരിങ്ങൽകുത്തിലെയും ഷോളയാർ ഡാമിലെയും വെള്ളം വിടുന്നത് കൊണ്ടാണ് ഇവിടെ പല സമയത്തായിട്ട് വെള്ളം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. 1982 മുതൽ ഇവിടെ ഒരു ഡാം പണിയുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല. ഒരു പക്ഷേ ഇനി അത് വന്നാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഈ ഭംഗിയുള്ള വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. കേരളത്തിലെ മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് ആതിരപ്പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഒഴുകി വരുന്ന പുഴ പൂർണ്ണമായും താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ കാണാൻ പറ്റുന്നത്.